ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറേ, നല്ല മഞ്ഞുണ്ട്. കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട, പോയി കിടന്നോളൂ. എടോ മാണിക്കുഞ്ഞെ, ഞാൻ നല്ല ബിസിനസ്സുകാരനാണ്. അല്ലടോ? എന്താ സാർ? ബിസിനസ്സിൽ ഒന്നാമതെത്താൻ വേണ്ടി ഞാൻ ആരോടും മത്സരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കാറില്ല. സത്യമല്ലേ? സാറെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞാൻ ആരെങ്കിലും കരുതിക്കുട്ടി ദ്രോഹിച്ചിട്ടുണ്ടോ? മത്സരം ദ്രോഹമല്ല. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു ദിവസത്തെ ശമ്പളം പോലും ബാക്കിയില്ല. ഒരു തൊഴിലാളി സമരം പോലും നമ്മുടെ കമ്പനിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എല്ലാ ആഘോഷങ്ങൾക്കും നമ്മുടെ തൊഴിലാളികൾക്ക് മനസ്സ് നിറയെ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. കൺമുമ്പിൽ കാണുന്ന പാവങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും എന്താടോ മാണിക്കുഞ്ഞ് എൻ്റെ ജീവിതം എങ്ങനെയായി പോയത്? കാരണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുജ്ജന്മ ശാപമാണെന്നൊക്കെ. അതുപോലെ വല്ലതായിരിക്കുമോ? സാറ് നല്ല ടെൻഷനിലാണ്. യെസ്, ഓഫ് കോഴ്സ്. അങ്ങനെ ആയിരിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ കണ്ടെത്തുക, അവളെ പ്രണയിക്കുക, അവളെ സ്വന്തമാക്കുക, ജീവിതം അതോടുകൂടി സന്തോഷത്തിലാവുമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കില്ലേ? പക്ഷേ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് സത്യസന്ധമായി ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ലടോ. ഒരാളെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. സാറേ, രണ്ട് ധ്രുവങ്ങളിലാണ് ഞാനും ഗാഥയും ഇപ്പോൾ. ഓരോ ദിവസം അസ്തമിക്കുമ്പോഴും നാളെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് കരുതും. പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പ്രശ്നങ്ങളുടെ ഇന്റൻസിറ്റി കൂടുന്നല്ലാതെ വേറൊന്നുമില്ല. സാറിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് സാറേ. സാറിന്റെ ജീവിതവും സാറിന്റെ രീതികളും ഒക്കെ കണ്ടിട്ട് കൊതിച്ചിട്ടുള്ളവനാ ഞാൻ. പക്ഷേ ഗാഥമാണത്തിന്റെ കാര്യത്തില് ഗാഥ നല്ലവളാണ് മാണിക്കുഞ്ഞ്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഈ കുടുംബത്തിന്റെ നശിച്ച ശാപകതയുണ്ടല്ലോ, അതാണ് വില്ലൻ. അത് അയാളുടെ മനസ്സിനെ വല്ലാതെ മൂടിയിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അയാളുടെ ഭാഗത്ത് നിൽക്കാനല്ലേ പറ്റൂ. കാരണം എന്താ? ഗാഥയെ പോലെ ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നൊരു പെൺകുട്ടി ഒരിക്കലും ഒരു സർപ്പക്കാവിനെ കുറിച്ചോ സർപ്പങ്ങളെക്കുറിച്ചോ ശാപമോക്ഷത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവളുടെ വഴി അതല്ലായിരുന്നു. അവിടേക്ക് ഇവിടെയുള്ളവരെല്ലാവരും കൂടി അയാളെ ബോധപൂർവം വലിച്ചഴച്ചു. വാട്ട് ഹാപ്പൻഡ്? അയാൾക്ക് അയാളുടെ നിയന്ത്രണം നഷ്ടമായി. അയാൾ എല്ലാവരും വെറുപ്പിക്കുന്നവളായി മാറി. പക്ഷേ യഥാർത്ഥ നഷ്ടം എനിക്കല്ലടോ. എൻ്റെ ജീവിതം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം കരിഞ്ഞുണങ്ങി എവിടെയോ കിടക്കുന്നു. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത താനാണോ ഭാഗ്യവാൻ? ജോലിയെടുത്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് ചെന്നാൽ കിടന്നുറങ്ങാലോ. ഭക്ഷണത്തിന് മുന്നിൽ ചെന്നാൽ അത് മനസ്സറിഞ്ഞ് കഴിക്കാലോ. സാറേ, താൻ എൻ്റെ കഥ കെട്ട് നിൽക്കണ്ട. തൻ്റെ സ്വസ്ഥത കൂടി പോവും. താൻ പൊയ്ക്കോ. അമ്മച്ചി തനിച്ചല്ലേ. സാറകത്തേക്ക് പോയിട്ട് മൊത്തം തീയാടോ. അതിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഒരുപോലെ. താൻ ചെല്ലും മാണിക്കുഞ്ഞ്. നമുക്ക് നാളെ കാണാം. സാറേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ സാറേ. ഇവിടെ പ്രത്യേകിച്ച് എന്താ ഉണ്ടാവുക? ചിലപ്പോൾ ഒരു നാഗത്തിന്റെ വരവുണ്ടാവും. ഗാഥയുടെ ഒരു നിലവിളി ഉണ്ടാവും. അമ്മയുടെയും സംഘത്തിന്റെയും കുറച്ച് പൊട്ടിച്ചിരികളുണ്ടാവും. അത്രേ ഉള്ളൂ.